സംസ്ഥാനത്ത് ചൂട് അതികഠിനമായി ഉയരുകയാണ്. സാധാരണഗതിയിലൊക്കെ മാർച്ച് മാസത്തിൽ നമുക്ക് അനുഭവപ്പെടാറുള്ള ചൂട് ഇത്തവണ ഫെബ്രുവരി ആദ്യവാരം തൊട്ട് തന്നെ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. സാധാരണഗതിയിൽ 39 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ചൂടെത്തുന്നത് ഒരു മാർച്ച് മാസത്തിലേക്ക് തന്നെയാണ്. പക്ഷേ ഇത്തവണ ഫെബ്രുവരി ആദ്യവാരത്തിൽ തന്നെ 39 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ചൂടെത്തിയിരുന്നു. ഇപ്പോഴെന്തായാലും ചൂടതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ അറിയേണ്ട, നമ്മൾ പാലിക്കേണ്ട നിരവധി മുൻകരുതൽ നിർദ്ദേശങ്ങളൊക്കെ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്നുണ്ട്. അവ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുന്ന, രാവിലെ 10 മുതൽ വൈകിട്ട് 3 മണിവരെ ജോലി ചെയ്യുന്നവർക്കാണ് ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി അവർ പാലിക്കേണ്ടതായുള്ളത്. അത്തരക്കാർക്കാണ് പ്രധാനമായും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുള്ളത്. ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കാനും നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാനും നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. അതായത് പകൽ സമയങ്ങളിൽ ഈ വെയിലിൽ ജോലി ചെയ്യുന്നവർ ധാരാളം വെള്ളം കുടിക്കണം. ശീതള പാനീയങ്ങളുടെയൊക്കെ ഉപയോഗം, കാർബണേറ്റഡ് ശീതള പാനീയങ്ങളുടെ ഉപയോഗം ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ ചായ, കാപ്പി, മദ്യം എന്നിവയുടെയൊക്കെ ഉപയോഗം പകൽ സമയങ്ങളിൽ ഒഴിവാക്കാനായി ശ്രദ്ധിക്കണം. പഴം, പച്ചക്കറി എന്നിവയൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായി ശ്രദ്ധിക്കണം. അടുത്തതായി, അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനായി നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. കടുത്ത നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പാദരക്ഷകൾ പൊതുവെ എല്ലാവരും ധരിക്കാറുണ്ട്. എങ്കിൽ പോലും ഈ കുടയുടെ ഉപയോഗം എന്ന് പറയുന്നത് എല്ലാവരുടെ ജോലിയിലും അത്ര പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല. കാരണം ചുമട്ട് തൊഴിലാളികൾ, അതുപോലെ തന്നെ മറ്റ് ജോലികളിൽ ഏർപ്പെടുന്നവർ, വഴിയോര കച്ചവടക്കാർ, കൂടാതെ നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ, ഇത്തരക്കാർക്കൊക്കെ ഈ കുടയുടെ ഉപയോഗം എന്ന് പറയുന്നത് അത്ര പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല. ഈ മാധ്യമപ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരൊക്കെ ഈ പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ കുട നിർബന്ധമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മറ്റു കുട ഉപയോഗിക്കാൻ സാധിക്കാത്തവർ തൊപ്പിയെങ്കിലും ധരിക്കാനായി ശ്രദ്ധിക്കുക. ജോലിയിൽ ആവശ്യമായ വിശ്രമം എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. പ്രധാനമായും ഈ പകൽ സമയങ്ങളിലാണ് ഡെലിവറി ജോലികളുടെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മുതൽ വൈകിട്ട് 3 മണി വരെയാണ്. അപ്പോൾ ഈ ജോലികളിൽ ഏർപ്പെടുന്നവർ കൃത്യമായി വിശ്രമിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പകൽ സമയങ്ങളിൽ നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ശരീരം മുഴുവനായും കവർ ചെയ്യുന്ന വസ്ത്രങ്ങളായിരിക്കണം ഈ ഓൺലൈൻ ഡെലിവറി ജോലികളൊക്കെ ചെയ്യുന്നവർ പ്രധാനമായും ധരിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിൽ മാത്രമല്ല, വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ കൂടി പ്രധാനമാണ്. അതുപോലെ തന്നെ പുറത്ത് കളിക്കാൻ പോകുന്ന ചെറിയ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഇതൊക്കെ വീട്ടുകാരും അധ്യാപകരും എല്ലാം ഒരുപോലെ ശ്രദ്ധിക്കണം.